പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഷാക്കിർ രാവിലെ ഉണർന്നു. നിലത്ത് വിരിച്ച കീറപ്പായലാണ് അവൻ കിടന്നിരുന്നത്. തണുപ്പകറ്റാൻ ഒരു പഴയ കള്ളിത്തുണി പുതച്ചിരുന്നു. കുറേ നേരം എന്തൊക്കെയോ ഓർത്ത് കിടന്നു. ഓലമേഞ്ഞ വീട്, മേൽപ്പുര ദ്രവിച്ചിരിക്കുന്നു. അനേകം ദ്വാരങ്ങൾ. ആ ദ്വാരങ്ങളുടെ വെളിച്ചം കടന്നു വരുന്നു. ബാപ്പയുടെ കൂർക്കമ്പലി ഉയർന്നു കേൾക്കാം. ആ മുറിയിൽ തന്നെ ഉമ്മയും സലീമോനും ഉറങ്ങുന്നുണ്ട്. ആരും ഉണർന്നിട്ടില്ല. കുറച്ചുകൂടി ഉറങ്ങാൻ മോഹം. തനിക്കതിനു നേരമില്ല. ഹസൻ മുസ്ലിയാർ ഉസ്താദിൻ്റെ വാക്കുകൾ കാതുകളിൽ മുഴങ്ങുന്നു. അതിരാവിലെ തന്നെ ഉണരണം. അത് റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളെല്ലാം അതിരാവിലെ തന്നെ ഉണർന്നു. കിളികളും മൃഗങ്ങളും ചെടികളും പൂക്കളുമെല്ലാം നേരത്തെ ഉണരും. അള്ളാഹുവിനെ സ്തുതിക്കും, തസ്ബീഹ് ചൊല്ലും. എല്ലാ നല്ല മനുഷ്യരും രാവിലെ ഉണരും. സ്വാലിഹീങ്ങൾ പ്രഭാതത്തിൽ ഉണർന്ന് സുബഹി നിസ്കരിക്കും. ഒരു കാരണവശാലും സുബഹി നിസ്കാരം ഖളാ ആക്കരുത്. സൂര്യോദയത്തിന് മുമ്പ് നിസ്കരിക്കണം. സുബഹി ഖളാ ആകുന്നതുവരെ കിടന്നുറങ്ങുന്നവൻ്റെ കാതിൽ ചെകുത്താൻ മൂത്രമൊഴിക്കും. ചിന്തകൾ അവിടം വരെ എത്തിയപ്പോൾ ഷാക്കിർ ചാടി എണീറ്റു. മെല്ലെ മുമ്പോട്ട് നടന്നു. വാതിൽ തുറന്നു. വെളിച്ചം അകത്തേക്കൊഴുകി വന്നു. ഭാഗ്യം, സൂര്യൻ ഉദിച്ചിട്ടില്ല. ഒട്ടുപാത്രവുമായി കിണറ്റിൻകരയിലേക്കൂടി. ജമീല ഉണർന്നു. രാവിലെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് ജമീല ഉണർന്നത്. സലീം മോൻ നല്ല ഉറക്കമാണ്. അവൻ്റെ ബാപ്പയുടെ കൂർക്കൻ വലി ദൂരേക്ക് കേൾക്കാം. നല്ല തണുപ്പ്. എഴുന്നേൽക്കാൻ തോന്നിയില്ല. സലീം മോനെ കെട്ടിപ്പിടിച്ചു കിടന്നു. കണ്ണുകളടച്ചു കിടന്നു. വീണ്ടും വാതിലനങ്ങുന്ന ശബ്ദം. കണ്ണു തുറന്നു. തലയുയർത്തി നോക്കി. ഷാക്കിർ ഒതുയെടുത്തു വരികയാണ്. ജമീല വീണ്ടും കണ്ണുകളടച്ചു കിടന്നു. ഷാക്കിറിൻ്റെ ശബ്ദം ഒഴുകി വന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷാക്കിർ ബാങ്ക് വിളിക്കുകയാണ്. ജമീല അതോർത്ത് കിടന്നു. അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. നിസ്കാരം ഉറക്കിനേക്കാൾ ഖൈറാകുന്നു. ജമീല പുതപ്പെടുത്തു ശരീരം മൂടി. അതിരാവിലെയുള്ള ഈ ഉറക്കം എന്തു സുഖം. ഷാക്കിർ ഇഖാമത്ത് കൊടുക്കുന്നു. ഖദ് ഖാമത്തുസ്സലാത്ത്, ഖദ് ഖാമത്തുസ്സലാത്ത്. പിന്നെ പതിഞ്ഞ സ്വരത്തിൽ അവൻ നിയ്യത്ത് വെച്ചു. മുസല്ലി ഫർള സുബഹി റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ കഅബത്തി അദാഅൻ ലില്ലാഹി തആല. സുബഹി എന്ന ഫർള് നിസ്കാരം 2 റകഅത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി അതായിട്ട് ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. അവൻ വജ്ഹത്ത് ഓതി, ഫാത്തിഹയും സൂറത്തും ഓതി. ജമീല അത്രയും കേട്ടു. പിന്നെ ഉറങ്ങിപ്പോയി. 2-ാം റകഅത്തിലെ ഫാത്തിഹയോ സൂറത്തോ ഖുനൂത്തോ കേട്ടില്ല. അവൻ സുബഹി നിസ്കരിച്ചു സലാം വീട്ടുമ്പോൾ ജമീല കൂർക്കമ്പലി തുടങ്ങിയിരുന്നു. ഉസ്താദിൻ്റെ വാക്കുകൾ ഓർമ്മയിൽ ഓടിയെത്തി. രാവിലെ കുളിക്കണം. അത് ആരോഗ്യത്തിനു നല്ലതാണ്. കുളിച്ച് ഉഷാർ വരുത്തിയിട്ട് വേണം പഠിക്കാൻ തുടങ്ങാൻ. ഷാക്കിർ എഴുന്നേറ്റു. പായ ചുരുട്ടി വെച്ചു. കൊച്ചു തോർത്തും തേച്ചു തീറാറായ സോപ്പിൻ്റെ കഷ്ണവുമായി കിണറ്റിൻകരയിലേക്കോടി. ചെറിയ ബക്കറ്റായത് ഭാഗ്യം. 4-5 ബക്കറ്റ് വെള്ളം കോരിയെടുത്താൽ കുളിയായി. ഷാക്കിർ കുളി കഴിഞ്ഞ് ഓടിയെത്തി. മദ്രസയിലേക്കുള്ള പുസ്തകങ്ങൾ എടുത്തു വെച്ചു. തുണിയും ഉടുപ്പും ധരിച്ചു. ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഉമ്മച്ചി, ഞാൻ മദ്രസയിൽ പോവാണ്. പുതപ്പിനടിയിൽ നിന്ന് ഉമ്മയുടെ മൂളൽ. അവൻ മുൻവശത്തെ വാതിൽ ചാരി മദ്രസയിലേക്ക് നടന്നു. വയൽ വരമ്പിലൂടെ നടക്കുമ്പോൾ ചുറ്റും നോക്കി. കൂട്ടുകാരാരെങ്കിലും വരുന്നുണ്ടോ? മഞ്ഞു വീണു നനഞ്ഞ വയൽ. ഓരോ നെൽച്ചെടിയിലും മഞ്ഞുതുള്ളികൾ സൂര്യപ്രകാശമേൽക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്നു. നെൽക്കതിരുകൾക്ക് സ്വർണ്ണനിറം. കൊയ്തെടുക്കാൻ സമയമായി. വയലിൻ്റെ അങ്ങേക്കരയിൽ സമൃദ്ധമായി വളരുന്ന കവുങ്ങിൻ തോപ്പ്. കവുങ്ങൾക്കിടയിലൂടെ ഓടുമേഞ്ഞ വീട് കാണാം. തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫൈസലിൻ്റെ വീട്. പലചരക്ക് കച്ചവടം നടത്തുന്ന മൊയ്തീൻ കുട്ടിക്കയുടെ 3-ാമത്തെ മോൻ. ആ ഗ്രാമത്തിൽ ഓടുമേഞ്ഞ വീടുകൾ കുറവാണ്. 4-5 വീട് കാണും.
അതിലൊന്ന് മൊയ്തീൻ കുട്ടിക്കയുടേതാണ്. മദ്രസയിൽ നിന്ന് അല്പം നടന്നാൽ മൊയ്തീൻ കുട്ടിക്കയുടെ പലചരക്ക് കടയായി. അതിനപ്പുറം ചായപ്പിടിക, അത് കഴിഞ്ഞാൽ റേഷൻ കട. നോക്കി നോക്കി നിൽക്കെ കവുങ്ങിൻ തോട്ടത്തിൽ ആളനക്കം. വെളുപ്പ് നിറം, വെള്ളവസ്ത്രം ധരിച്ച ഫൈസൽ. വെള്ളക്കുപ്പായം പോലെ അവൻ്റെ ശരീരത്തിനും വെളുപ്പ് നിറം. ഷാക്കിറിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. ഫൈസൽ പഠിപ്പിൽ മിടുക്കനാണ്. ഷാക്കിറിനെപ്പോലെ തന്നെ ഈ മിടുക്കാണ് അവരെ കൂടുതൽ അടുപ്പിച്ചത്. പരീക്ഷ കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം ആർക്കാണെന്നറിയാൻ മറ്റുള്ളവർക്കെല്ലാം കൊതിയാണ്. ഫൈസലിനോ അതോ ഷാക്കിറിനോ? ഫൈസലിൻ്റെ ഉമ്മ ബാപ്പമാർ സുബഹി ബാങ്കിൻ്റെ സമയത്ത് തന്നെ ഉണരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയാണ് ഫൈസലിനെ വിളിച്ചുണർത്തുന്നത്. അവൻ്റെ ബാപ്പ സുബഹി നിസ്കാരത്തിനു പള്ളിയിൽ പോവും. സുബഹി നിസ്കരിച്ചു വരുമ്പോഴേക്ക് ഉമ്മ ചായ ശരിയാക്കും. ചായയും ചെറിയ കടിയും, ബിസ്ക്കറ്റോ ചിപ്സോ നേന്ത്രപ്പഴം പുഴുങ്ങിയതോ കോഴിമുട്ടയോ എന്തെങ്കിലുമാണത്രേ ഉണ്ടാവുക. ഫൈസലും ബാപ്പയും ഒന്നിച്ചിരുന്ന് ചായ കുടിക്കും. ഉമ്മ ഫൈസലിൻ്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കും, തോർത്തെടുപ്പിക്കും, വെള്ളം കോരി ഒഴിച്ചു കൊടുക്കും, സോപ്പ് തേച്ചു കൊടുക്കും, കുളി കഴിഞ്ഞാൽ തോർത്തിക്കൊടുക്കും. അവൻ്റെ ബാപ്പ മദ്രസ കമ്മിറ്റി സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഉസ്താദുമാരൊക്കെ ശമ്പളം വാങ്ങുന്നത്. സദർ ഉസ്താദ് ഇടയ്ക്കിടെ ആ വീട്ടിൽ പോവും മൊയ്തീൻ കുട്ടിക്കയെ കാണാൻ. ഷാക്കിർ നടത്തം നിർത്തി കൂട്ടുകാരനെ കാത്തു നിന്നു. നേർത്ത വയൽവരമ്പിലൂടെ ഫൈസൽ എക്സ്പ്രസ് വേഗത്തിൽ ഓടി വരുന്നു. ഉസ്താദിൻ്റെ വാക്കുകൾ ഫൈസലിൻ്റെ ഓർമ്മയിൽ വന്നു കാണും. കുട്ടികളെ, നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം. നടന്നു വരുന്ന നിൽക്കുന്ന ആൾക്ക് സലാം പറയണം. ഫൈസലിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു. അസ്സലാമു അലൈക്കും. ഷാക്കിർ ശബ്ദമുയർത്തി സലാം അടക്കി. വ അലൈക്കും അസ്സലാം. ഫൈസൽ ഷാക്കിറിൻ്റെ ചുമലിൽ കൈയിട്ട് പിടിച്ചു. വയൽ വരമ്പിലൂടെ അവർ ചേർന്ന് നടന്നു. പാൽ കറക്കുന്ന ആൾ വരാൻ വളരെ വൈകി. അതുകൊണ്ട് രാവിലെ തന്നെ കട്ടൻ ചായ കുടിക്കേണ്ടി വന്നു. ഫൈസൽ വിശേഷം പറഞ്ഞു. അത് ശരി, ഷാക്കിറിൻ്റെ മറുപടി. ഒരു നിമിഷം അവൻ സ്വന്തം കാര്യം ഓർത്തു. തനിക്ക് എല്ലാ ദിവസവും കട്ടൻ ചായ, അത് കിട്ടിയാൽ തന്നെ ഭാഗ്യം. കഴിഞ്ഞ പെരുന്നാളിൻ്റെ അന്ന് പാലൊഴിച്ച ചായ കുടിച്ചു. ആ ഓർമ്മ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ബാപ്പ ഉണരുമ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടണം. അപ്പോൾ സമയം 8:30 കട്ടൻ കുടിച്ചു ബീഡിയുടെ കെട്ടും തീപ്പെട്ടിയുമായി കക്കൂസിൽ പോവും. അത് കഴിഞ്ഞ് വന്ന് കുളിക്കും. കുളിച്ചാൽ പിന്നെ താമസമില്ല, ഉടനെ ഇറങ്ങും. ബസ് കയറി ടൗണിൽ പോകും. ടൗണിൽ ചെന്നാൽ ആദ്യം ഹോട്ടലിൽ കയറും. ചൂട് പറക്കുന്ന പൊറോട്ടയും ഇറച്ചിക്കറിയും ചായയും കഴിക്കും. ഏമ്പക്കം വിട്ടുകൊണ്ട് ഇറങ്ങി വരും. ചരക്ക് നിറച്ച ലോറികൾ ധാരാളം വന്നിട്ടുണ്ടാവും. ചുമട്ട് തൊഴിലാളികൾ 10-100 പേരുണ്ട്. അവരുടെ കുപ്പായങ്ങൾക്ക് പല നിറം, നീല, ചുവപ്പ്. ടൗണിലെ തൊഴിലാളി വർഗം ചരക്ക് കയറ്റാനും ഇറക്കാനും അവർക്ക് ചില നിയമങ്ങളൊക്കെയുണ്ട്. അവരുടെ നേട്ടത്തിനു വേണ്ടി അവരുണ്ടാക്കിയ നിയമങ്ങൾ. അതൊക്കെ എല്ലാവരും പാലിച്ചു കൊള്ളണം. അവർ വരച്ച വരയിൽ മുതലാളിമാർ നിന്നു കൊടുക്കണം. അതിന് തയ്യാറാവാത്തവർക്ക് സ്ഥലം ഒഴിഞ്ഞു പോവാം. വിട്ടുവീഴ്ച, വിശാല മനസ്കത എന്നൊന്നും അവരോട് പറയണ്ട. അവർക്ക് പ്രത്യേകമായ ചില കാഴ്ചപ്പാടുകൾ എല്ലാം അതിനൊപ്പിച്ചു പോകണം. നാവിനും ശരീരത്തിനും ആരോഗ്യമുള്ളവർക്ക് പ്രത്യേക പദവിയുണ്ട്. കുട്യാലി അങ്ങനത്തെ ആളാണ് ഷാക്കിറിൻ്റെ വാപ്പ. വലിയ ചാക്കുകൾ ഒറ്റക്ക് ചുമക്കും. മഴയും വെയിലും പ്രശ്നമില്ല. വിശ്രമമില്ലാത്ത ജോലി ചെയ്യും. ഉച്ചയ്ക്ക് ഹോട്ടലിൽ കയറി നന്നായി ഊണ് കഴിക്കും. പിന്നെ എവിടെയെങ്കിലും കിടന്നു ചെറിയൊരു വിശ്രമം. പീടികക്കോലായിൽ 2 ചാക്ക് വിരിച്ച് അതിലൊന്ന് മലർന്നു കിടന്നാലും മതി. കുട്യാലിയെക്കുറിച്ച് ചിലപ്പോഴൊക്കെ ബാപ്പ സംസാരിക്കുന്നത് ഫൈസൽ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ മനുഷ്യനോട്
വെറുപ്പ് തോന്നിയിട്ടുണ്ട്. പാവം ഷാക്കിർ, അവൻ്റെ ബാപ്പ ഇങ്ങനത്തെ മനുഷ്യനായിപ്പോയല്ലോ. നടന്ന് ഇരുവരും മദ്രസയിലെത്തി. ബെല്ലടിച്ചു. കുട്ടികൾ നാനാഭാഗത്തും കൂടി പറന്നെത്തി. കുട്ടികളുടെ പ്രിയങ്കരനായ ഉസ്താദ് ഹസൻ മുസ്ലിയാർ ക്ലാസ്സിലേക്ക് കയറി വന്നു. സലാം ചൊല്ലി. കുട്ടികൾ എഴുന്നേറ്റ് നിന്നു. ആഹ്ലാദപൂർവ്വം സലാം മടക്കി. ഉസ്താദിൻ്റെ കയ്യിൽ അഖ്ലാഖ് പാഠ പുസ്തകമായിരുന്നു. ഉസ്താദ് കൊച്ചു വാചകങ്ങൾ പറഞ്ഞു തുടങ്ങി. ഇന്ന് മാതാപിതാക്കളുടെ കടമകൾ എന്ന പാഠമാണ് നാം പഠിക്കാൻ പോകുന്നത്. മാതാപിതാക്കളെ നാം ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. അവരെ നാം അനുസരിക്കണം. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ അള്ളാഹു നമ്മെ വെറുക്കും. ഉമ്മയുടെ പാദത്തിന് കീഴിലാണ് മക്കളുടെ സ്വർഗമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. മാതാപിതാക്കൾ രാവിലെ നമ്മെ വിളിച്ചുണർത്തുന്നു, നിസ്കരിപ്പിക്കുന്നു. മദ്രസയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ചായയും പലഹാരങ്ങളും ഉണ്ടാക്കിത്തരുന്നു. ഉമ്മ രാവിലെ നമ്മെ കുളിപ്പിക്കുന്നു, നല്ല വസ്ത്രങ്ങൾ ഉടുപ്പിച്ചു തരുന്നു. ബാപ്പ നമുക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിക്കുന്നു. സാക്കിറിൻ്റെ പുസ്തകത്തിൽ ഒരിറ്റ് കണ്ണുനീർ വീണു. അവൻ പെട്ടെന്ന് കണ്ണുകൾ തടവി നോക്കി. അവ നിറഞ്ഞൊഴുകുകയായിരുന്നു. ആരും കാണാതെ കണ്ണീർ തുടച്ചു കളഞ്ഞു.